ഹായ്, ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ, എൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ 2 എൻട്രൻസ് ഇപ്പം എഴുതിയത്. ഇപ്പം UG കഴിഞ്ഞു, PG എൻട്രൻസ് എഴുതി. അപ്പം ആദ്യത്തെ തവണ എൻ്റെ UG എൻട്രൻസ് ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ക്രാക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഈ നീറ്റ് PG എൻട്രൻസിൻ്റെ സമയമായപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ 2 എക്സാമിൻ്റെ രണ്ടും എൻട്രൻസ് എക്സാം MCQ എക്സാം തന്നെയായിരുന്നു. പക്ഷേ 2 കോമ്പറ്റേറ്റീവ് എക്സാംസ്. എൻ്റെ രണ്ടാമത്തെ നീറ്റ് PG ആണെങ്കിൽ UGനേക്കാളും കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ഈ 2 എക്സാമിൽ എൻ്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു, ആദ്യത്തെ അതിൽ നിന്ന് രണ്ടാമത്തേലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു സ്റ്റഡി പ്ലാനിങ്ങിൽ, എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം വീക്കെൻഡ് ക്ലാസ്സസ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെ 3 ദിവസമായിരുന്നു എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. രാവിലെ 8 മുതൽ രാത്രി 8 വരെയായിരുന്നു എൻ്റെ ക്ലാസ്സസ്. അതായത് 12 മണിക്കൂർ 3 ദിവസം അങ്ങനെ കിട്ടുന്ന 36 മണിക്കൂറായിരുന്നു ഒരാഴ്ചത്തെ എൻ്റെ തിയറി ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 8 മുതൽ 8 വരെ ഉണ്ടായിരുന്ന ആ സമയത്ത് അവിടെ ടീച്ചേഴ്സ് എന്താണോ പഠിപ്പിച്ചത് അത് ഞാൻ അണുവിട തെറ്റാണ്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്ന് എൻ്റേതായ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് എല്ലാം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അത് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വണ്ടി കാത്ത് നിന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് എന്താണോ ടോപ്പിക്ക് കവർ ചെയ്തത് അതിൻ്റെ MCQs ഞാൻ ജസ്റ്റ് നോക്കുമായിരുന്നു. അതായത് ഇപ്പം രാവിലെ എടുത്തിട്ടുണ്ടായിരുന്ന പാഠങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം പഠിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലുണ്ടാവും. അപ്പോൾ രണ്ടാമത് പിന്നീട് നോട്ട് എടുത്ത് വായിക്കുന്നതിന് പകരം ഞാൻ ചെയ്തത് MCQs അന്ന് പഠിപ്പിച്ച ദിവസങ്ങളിൽ അത് MCQs ഞാൻ കൃത്യമായിട്ട് അത് MCQs പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. അതായത് രാവിലെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പം MCQ എല്ലാം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാണ്ട് ഒരു കോൺഫിഡൻസ് നമുക്കൊന്ന് വരും. അങ്ങനെ 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുന്നിൽ എത്ര ദിവസമുണ്ട്, ഒരു 4-5 ദിവസം നമുക്ക് അല്ലാണ്ടുണ്ട്, ഒരു 3-4 ദിവസം എക്സ്ട്രാ കിട്ടും. ആ ദിവസം നമുക്ക് ഈ 3 ദിവസം നമ്മൾ നല്ല തറവായിട്ട് പഠിച്ച 3 ദിവസമാണ് നമ്മുടെ മുന്നിൽ. ഞാൻ ആ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ തിയറി ഞാൻ നല്ല തറവാക്കി. അന്നേരം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ആ ഒരു സെൽഫ് നോട്ട്സ് വെച്ചിട്ട് പിന്നീടുള്ള എൻ്റെ ഫ്രീ ഡേയ്സിൽ ഞാൻ ലൈബ്രറിയിൽ പോയിട്ടിരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പിയേഴ്സ് എല്ലാവരും, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഒരു ദിവസം 16 മുതൽ 18 മണിക്കൂർ വരെ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ചിലപ്പം എൻ്റെ ആ ഒരു സ്വഭാവം ഉള്ളവരായിരിക്കും. അതായത് ഒരു മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മണിക്കൂർ അല്ലേ 12, അതിനപ്പുറം ഇരിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പം എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ആ ഒരു 10 മണിക്കൂറെങ്കിൽ 10 മണിക്കൂർ, അപ്പോൾ അത് നമ്മൾ സ്മാർട്ടായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ 10 മണിക്കൂറിന് നമ്മൾ 2 മണിക്കൂറിൻ്റെ 5 സെഷൻസ് ആക്കിയിട്ട് തിരിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻ്റർവെല്ലിൽ നമുക്ക് റിലാക്സേഷൻ ടൈം എല്ലാം കൊടുത്തിട്ട് റഫ്ലി നമ്മൾ ഒരു 2 മണിക്കൂറിന് 5 സെഷൻസ് ആക്കിയിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നമുക്ക് ഏതാ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ തിയറി നോട്ട്സ്, നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉണ്ടല്ലോ, ആ നോട്ട്സ് എടുത്തിട്ട് വായിച്ചു നോക്കും. മാക്സിമം 45 മിനിറ്റ്സ്. അതിനപ്പുറം നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. വിത്ത് പ്രാക്ടീസ് പറ്റുമായിരിക്കും, പക്ഷേ എനിക്കത് പറ്റുമായിരുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത എന്താണോ ഞാൻ പഠിച്ചത് അതിൻ്റെ നേരെ എൻ്റെ MCQ ബുക്ക്, അല്ല എൻ്റെ ആ സമയത്ത് MCQൻ്റെ ആപ്പ് ഉണ്ടായിരുന്നു. അപ്പം MCQs തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടാപ്പ്. അപ്പം അതിൽ ഞാൻ എത്ര മാത്രം MCQs പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, അത് ആഫ്റ്റർ MCQs ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് ആദ്യമൊന്നും ഒരു MCQ തന്നെ തട്ടി നിൽക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ബൈ പ്രാക്ടീസ് നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ അത് ഒരു എന്താ പറയുക, നമുക്ക് ഒരു MCQ നമ്മൾ തട്ടി നിൽക്കുകയാണെങ്കിൽ അത് വിട്ടിട്ട് അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് അടുത്തതിലേക്ക് പോകും. അങ്ങനെ വേഗം ചെയ്യുന്ന വഴി നമ്മൾ ആ കുത്തിയിരുന്ന് നോട്ട്സ് വായിക്കുന്നതിനേക്കാളും തറവായിട്ട് നമ്മുടെ ബ്രെയിനിൽ ആ ഡീറ്റെയിൽസ് നമ്മുടെ ബ്രെയിനിൽ പതിയാനായിട്ട് MCQs ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മൾ നോട്ട് വായിക്കുമ്പം ആക്റ്റീവ് ആയതിനേക്കാളും എത്രയോ മടങ്ങ് ആക്റ്റീവ് ആകുവാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യൻ്റെ ബ്രെയിനിന്
പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട്സ് ഇങ്ങനെ കുത്തിയിരുന്ന് ഇത് വായിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ പോയി പല വിചാരം വരുന്നതിനേക്കാളും ബ്രെയിൻ ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ ആ മാക്സിമം ഫോക്കസിലിരിക്കുന്ന സമയമാണ് നമ്മൾ എക്സാമിന് നമ്മൾ MCQs സോൾവ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ MCQs സോൾവ് ചെയ്യണം. നമുക്ക് ബാക്കി ഇപ്പോൾ 2 മണിക്കൂർ സെഷനിൽ ബാക്കി എത്ര ഉണ്ടാവും? 1 മണിക്കൂർ 1.25 മണിക്കൂർ ഉണ്ടാവും. അത്രയും സമയം MCQs ആഫ്റ്റർ MCQs ഒന്നിന് പുറകെ ഒന്നായിട്ട് MCQs സോൾവ് ചെയ്യണം. കൈ കഴയ്ക്കുന്ന വരെ MCQs സോൾവ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അപ്പം നിങ്ങൾക്ക് ആ ഒരു നമുക്കൊരു ഫീൽ വരും. അതായത് ആ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു, ഇനി അതിന് തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പക്കയാണ്. നിങ്ങളുടെ ഫോർമുലാസ് ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല തറവായിട്ടുണ്ടാവും നിങ്ങൾക്ക് MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വഴിയിട്ട്. അങ്ങനെ ആ ഒരാഴ്ചയും കൊണ്ട് ആദ്യത്തെ 3 ദിവസം നമ്മൾ പഠിച്ച തിയറി അത് മുഴുവൻ നമ്മൾ തിരിച്ചും മറിച്ചും നല്ല തറവായിട്ട് പഠിച്ചു. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചത്തെ നമ്മളത് കഴിഞ്ഞു. അടുത്ത ആഴ്ച നമ്മൾ അടുത്തത് പഠിക്കും, അതും ഇതുപോലെ തന്നെ പഠിക്കും. പക്ഷേ അതിൻ്റെ സമയത്ത് നമ്മൾ ഇടയ്ക്ക് മുൻപ് ആദ്യത്തെ വീക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ പോർഷനില്ലേ, അതിന് നോട്ട്സ് എടുത്ത് മറിക്കാനല്ല പറഞ്ഞേ, പക്ഷെ അതിനകത്ത് നമ്മൾ കുറച്ച് MCQs നമ്മൾ ഏതെങ്കിലും ഒരു 5-10 MCQs നമ്മൾ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് അന്ന് അതും കൂടെ ഞാൻ നോക്കിയേക്കാം. വെറുതെ അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾ ഈ ആഴ്ച പഠിച്ചതാവും കഴിഞ്ഞ ആഴ്ച പഠിച്ചതിൻ്റെ ഫസ്റ്റ് റിവിഷനും അവിടെ നടക്കും. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ഫസ്റ്റ് റിവിഷൻ നടക്കും. ഇങ്ങനെ നിങ്ങൾ പോകും തോറും മുൻപത്തെ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്സിൻ്റെ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യുന്ന MCQസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ നിങ്ങളുടെ കോഴ്സ് ഫുള്ള് നിങ്ങൾ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ബാക്കിയുള്ള മുൻപേ പഠിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് റിവിഷൻ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. MCQs നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് നല്ല തറവായിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാവരും അലസത കാണിക്കുന്ന ഒരു കാര്യമാണ് MCQs സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എല്ലാവരും വിചാരിക്കും ഞാൻ തിയറി ഒന്ന് നന്നായിട്ട് പഠിക്കട്ടെ, തിയറി പഠിച്ച് ഞാൻ അതിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവസാനം MCQ സോൾവ് ചെയ്യാമെന്നായിരിക്കും. അതിൽ പരം മണ്ടത്തരമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ നടത്താനില്ല. ഇത് ഞാൻ പഠിച്ചത്, ഞാൻ വലിയ വില കൊടുത്തിട്ട് പഠിച്ചത്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ തിയറി എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം MCQ ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. കാരണം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് എന്ത് എക്സാമാണ്? 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും എസ്സേ എഴുതാനാണോ നമ്മൾ പോകുന്നത്? അല്ല. തിയറി അപ്ലൈ ചെയ്ത് അത് MCQ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കണം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പട്ടിക്കുട്ടീനെ മാതിരിയാണ്. അതിനെ നിങ്ങൾ എന്താക്കി ട്രെയിൻ ചെയ്യിക്കുന്നോ അതുപോലെ ആയിരിക്കും അത് നമ്മൾക്ക് പിന്നീട് അത് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് MCQ എക്സാം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ എക്സാം MCQ ആണെങ്കിൽ യു ഷുഡ് പ്രാക്ടീസ് ദ ബ്രെയിൻ അക്കോർഡിംഗ് ടു ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ആ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കണം. MCQs സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കണം. അപ്പം നാച്ചുറലി ഇതിങ്ങനെ ചെയ്ത് അതായത് MCQs ആഫ്റ്റർ MCQs ഒക്കെ ചെയ്ത് അവസാനം നിങ്ങൾ പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. എന്തിന്? MCQs സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടേക്ക് ഹോം മെസ്സേജ് മാത്രമേ തരുന്നുള്ളൂ. പ്രാക്ടീസ് MCQs, പ്രാക്ടീസ് MCQs ആൻഡ് പ്രാക്ടീസ് MCQs. താങ്ക് യു.